ഓക്കെ ഓക്കെ. വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോലും കിരീടവും വെച്ച് ഈ കാമാക്ഷിപുരം ഭരിച്ചിരുന്ന നാടുവാഴി. അന്ന് ഈ നാട്ടുകാർക്ക് നീതിയുടെയും ധർമ്മത്തിന്റെയും പ്രതിരൂപമായിരുന്നു അദ്ദേഹം. ആ മുത്തച്ഛന്റെ തനി പകർപ്പാണ് ഇപ്പോഴത്തെ മണ്ണാടിയാർ. ഹാഫ് മാൻ ഹാഫ് ലൈഫ്.
നമ്മളിപ്പോ മുതുകോരമലയിലേക്ക് പോവാന്ന് പറ ഉറക്കപ്പറ. പ്രിയമുള്ളവരെ, ഐ ലവ് മൈ ആനവണ്ടി മീറ്റ് 2021 എന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുമ്പോൾ അതിൽ കേരളത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ KSRTCയെ തിരഞ്ഞെടുത്തതിനും അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഡിപ്പോകളൊന്നായ കോട്ടയം ഡിപ്പോയെ തിരഞ്ഞെടുത്തതിനും ഇവിടെ എത്തിച്ചേർന്നുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ കോട്ടയം ഡിപ്പോയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ പരിപാടി KSRTC എന്ന മഹാസ്ഥാപനത്തിന് ഒരു പ്രചോദനവും പ്രോത്സാഹനവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ യാത്ര വളരെ സന്തോഷപ്രദവും ഉല്ലാസകരവും നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അടിപൊളിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കോട്ടയം ഡിപ്പോയിലെ മുഴുവൻ ജീവനക്കാർക്ക് വേണ്ടിയും KSRTCക്ക് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ പോയി വരിക. നന്ദി, നമസ്കാരം. പരതും മിഴികൾ വീഴാമ്പലായി നിന്നടകാത്തു ചന്ദനക്കുറി നീയണിഞ്ഞതിലെന്റെ പേരു പറഞ്ഞില്ലേ മന്ദഹാസപ്പാ. അപ്പപ്പ പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ അപ്പപ്പ നാടുവിട്ടേ കാടേറും രാമലീല അപ്പപ്പ അന്തമില്ലാതോടും നേരാമലീല അപ്പപ്പ അന്തരംഗം തേടും നീ രാമലീല. ആരു ചെയ്ത പാപമെന്നു പേരിടുന്നു രാമ, ഈ പിടിച്ച പോലെ എങ്ങു പാഞ്ഞിടുന്ന ലീല. ആടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക രാമ, സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല. അപ്പപ്പ പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ അപ്പപ്പ നാടുവിട്ടേ കാടേറും രാമ. നീ എവിടെ പിടിച്ചേക്കണേ? പിടിച്ചിരിക്കുവാണ്. നിന്നെ വിശ്വസിച്ചാ ഞാൻ ഇരിക്കുന്നത്. നെഞ്ചിന് ശ്വാസമൊക്കെ വരുന്നു.
യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം പോലെ. നമ്മളെ സ്നേഹിക്കുന്നവർ ഒപ്പമുള്ളപ്പോഴേ അതിനൊരു പൂർണ്ണതയുണ്ടാവും. യാത്രകൾ തുടരുകയാണ്. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പറുദീസ. മുന്നോട്ട് മുന്നോട്ട്. അങ്ങനെ മലയുടെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തി. ആ കാണുന്നതാണ് വാഗമൺ. അങ്ങനെ 3 മലകൾ കയറി, 3 മലകളുടെ ഉച്ചയിലെത്തി. വാവ്, എന്തിനാ ഹിമാലയത്തിലൊക്കെ പോകുന്നത്? ഇത് തന്നെ ധാരാളം. നമ്മൾ തിരിച്ച് ജീവിതത്തിനൊക്കെ പോണ്ടേ? നല്ല രസമുണ്ട് കാണാൻ. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ എൻഡിലെത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ അത് എന്താന്ന് വിചാരിച്ചു ഫ്രണ്ട്സ്. ഞാൻ അങ്ങനെ എങ്ങാണ്ട് സാഹസികമായി കയറി എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, മലയൊക്കെ കാണാം. അപ്പം സൂപ്പർ സ്ഥലം. അപ്പം അവിടെ കുറെ അപ്പം ലൈക്ക് ചെയ്യുക, ഉറപ്പായിട്ടും ചെയ്യണം ഫ്രണ്ട്സ്. എൻ്റെ ലോണിത് എൻ്റെ ഇത്ര ഉള്ളു മല. പൊളിയാണ് ഫ്രണ്ട്സ്. കലക്കി. ബൈ ബൈ. ഇപ്പൊ ഇത്ര ഏരിയ ഫുള്ളും നട്ടപ്പുറത്ത് അവിടെ കയറി നല്ല ഭ്രാന്താണ്. വാക്ക് പറയാൻ പാടില്ല. എവിടെ അണ്ണാ ലൈറ്റ്
നടന്നു വരാൻ പറ്റിയല്ലോ ഈ വണ്ടിക്ക് എന്താ സ്റ്റോപ്പ് അമ്പോ ഇനി അടുത്തത് വേണ്ട. അമ്മോ മേളത്തെ വളം പിടിക്കുന്നു. അമ്പോ അതെ പേര് പറഞ്ഞടാ. ഗൗരീശങ്കർ. ഗൗരി ശങ്കർ. പറഞ്ഞോട്ടോ. KSRTC നയിക്കുന്ന ഒരുപാട് അപാലവൃത്തം ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ്, അതായത് പുതുതായിട്ട് തുടങ്ങിയ അയലോമായി ആനവണ്ടി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഫസ്റ്റ് മീറ്റാണ് അവർ. ആ മീറ്റ് വെച്ചിരുന്നത് നമ്മുടെ മുതുകോരമലയിലാണ്. മുതുകോരമല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എബിൻ കോടിയിൽ എന്ന് പറയുന്നൊരു സുഹൃത്ത് ആണ് ശരിക്കും ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ആ സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ അവിടെ മേളിൽ കയറി നോക്കി, സംഭവം തന്നെയാണ്. അപ്പം KSRTC തന്നെയാണ് നമ്മുടെ ഇങ്ങോട്ട് മീറ്റിനായിട്ട് ഇവർ തിരഞ്ഞെടുത്തത്. ആ ഫാൻസ് ഗ്രൂപ്പ് അവർക്ക് KSRTC അതുപോലെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതായത് നഷ്ടങ്ങളുടെയും പരിതാപകരമായ അവസ്ഥയിലും ഇതുപോലെ ഈ കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ, യുവജനങ്ങളാണെങ്കിലും അപാലവൃത്തം ജനങ്ങൾ ഇപ്പോൾ കണ്ടു കാണും, പ്രായമുള്ള മനുഷ്യർ, അവരൊക്കെ സജീവമായിട്ട് ഓരോ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ഇടുക, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഒത്തുചേർന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് വളരെ വലിയൊരു കാര്യമാണ് തന്നെ. അത് ഈ മുതുകോരമല എന്ന് പറയുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കയറി കണ്ടു. വളരെ അഡ്വഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയ്ക്ക് ശരിക്കും അതൊന്ന് പ്രൊമോട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിച്ച് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു അഡ്വഞ്ചർ മേഖല തന്നെയായിട്ട് നമുക്ക് മുതുകോരമല മാറ്റിയെടുക്കാൻ പറ്റും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സംഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല രസമുള്ള സ്ഥലമായിരുന്നു. ഏകദേശം മുക്കാൽ ഭാഗം വരെ എനിക്ക് കയറാൻ പറ്റി. എനിക്കിപ്പോൾ വയസ്സ് 72 ഈ കണ്ടീഷൻ മുക്കാൽ ഭാഗം വരെ കയറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നല്ല രസമുള്ള സ്ഥലം, കോട്ടയത്തിന് അഭിമാനിക്കാവുന്ന ഒരു സ്ഥലമാണ്, കോട്ടയം ജില്ലയ്ക്ക് തന്നെ. മുൻപൊരു ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് മുതുകോരയെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ആദ്യം ഞങ്ങൾ ഫാമിലി ആയിട്ട് എത്തി. ഇപ്പോൾ വീണ്ടും ഈ ആനവണ്ടി മീറ്റിന് ആനവണ്ടി ഫാൻസിൻ്റെ കൂടെ എത്തി. വളരെ എപ്പോഴും നമുക്കൊരു റിലാക്സേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഓടിയെത്താൻ പറ്റുന്ന ഒരിടമാണ് മുതുകോരമല. നമ്മളുടെ ഒരു വൈൽഡ് ലൈഫ് സെറ്റപ്പ് എന്ന് പറയാതെ ഒരു ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഓടി വരാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായൊരു ഇടമാണ് മുതുകോരമല എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മകൻ 3 വയസ്സുകാരനാണ്. ഈ 3 വയസ്സുകാരനെയും കൊണ്ട് പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് ടോപ്പിലെത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഭൂമിശാസ്ത്രമാണ് മുതുകോരമലയുടേത്. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ട്രക്കിങ്ങും യാത്രയും ഒക്കെ വളരെ സുരക്ഷിതമാണ്. എന്തുകൊണ്ടും നമുക്ക് ചെറിയ കുഞ്ഞിനെ കൊണ്ട് പോലും വളരെ സുരക്ഷിതമായ രീതിയിൽ പോയി വരികയും നമുക്ക് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഭൂമിശാസ്ത്രം കൊണ്ട് തന്നെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ധാരാളം പ്രത്യേകതകൾ മുതുകോരമലയിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു പുലർച്ചയോടുകൂടി എത്തുകയാണെങ്കിൽ ചെറിയ മഞ്ഞും തണുപ്പും കാറ്റും ഒക്കെ ആസ്വദിച്ച് നമ്മുടെ ഒരു ദിവസം വളരെ മനോഹരമാക്കാവുന്ന രീതിയിലുള്ള അത്രയ്ക്കും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ്. കോട്ടയം ജില്ലയിൽ വളർന്നു വരുന്ന ഒരു ടൂറിസം മേഖലയാണ് മുതുകോരമല. മുതുകോരമലയെ നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ പൈതൃകവും പ്രകൃതി ഭംഗിയും സംരക്ഷിച്ച് നിർത്തുകയാണെങ്കിൽ
നമുക്ക് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു വിനോദസഞ്ചാര മേഖലയാക്കി അതിനെ മാറ്റുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എപ്പോഴും വളരെ സുരക്ഷിതവും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു നല്ല ഭൂമിശാസ്ത്രമുള്ള ഒരിടമാണ് മുതുകോരമല.